പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിമലകഥ പ്രതിഷ്ഠയുടെ ഒരുക്കത്തിൻ്റെ 11ാമത്തെ ദിവസത്തിലേക്ക് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നാം പ്രവേശിക്കുകയാണ്. 33 ദിവസത്തെ നമ്മുടെ ഒരുക്കത്തിൽ ആദ്യത്തെ 12 ദിവസങ്ങൾ എന്താണ് നമ്മൾ ധ്യാനിക്കുന്നത്? ലോകാരൂപിയെ നീക്കിക്കളയുക. ലോകാരൂപിയെ നീക്കിക്കളയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 12 ദിവസങ്ങൾ ഒരുങ്ങുകയാണ്. അതിലെ 11ാമത്തെ ദിവസം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജഡത്തിൻ്റെ ദുരാശയിലെ 3 മൂലപാപങ്ങളായ മോഹം, കൊതി, മടി. ഈ 3 മൂലപാപങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവിന് നന്ദി പറയാം. നിങ്ങൾ മടുത്തു പോകാതെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം. നമുക്ക് ഈ ദിവസങ്ങളിൽ വിശുദ്ധ ലൂയി മോൺഫോർട്ട് ഓർമ്മിപ്പിച്ചതുപോലെ നമുക്ക് പരാജയപ്പെട്ട് പിന്മാറാനുള്ള പ്രേരണകൾ സാത്താൻ തരും. നമ്മളത് വീണു പോകരുത്. നമ്മുടെ മനസ്സിനെ മടുപ്പിക്കുന്ന അനുഭവങ്ങൾ വന്നാലും നമ്മൾ ഇതിൽ നിന്ന് പിന്മാറരുത്. നമുക്ക് തളർച്ച വന്നാലും ക്ഷീണം വന്നാലും നമ്മൾ മാറിപ്പോകരുത്. കാരണം എന്താണ്? ഈ 33 ദിവസങ്ങൾ യേശുവിൻ്റെ 33 വർഷത്തെ മനുഷ്യാവതാര ജീവിതം പോലെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒടുവിലാണ് രക്ഷ സാധ്യമായത്. അതുകൊണ്ട് ഈ 33 ദിവസം നമുക്ക് യേശുവിൻ്റെ 33 വർഷത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഉത്ഥാനത്തിൻ്റെ തിരുനാളിൽ, ഈസ്റ്ററിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പോലെ നമുക്ക് പുതിയ ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ മടുത്തു പോകരുതെന്ന് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും ദൈവത്തിൻ്റെ സമാധാന ഹൃദയത്തിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്ത ജഡത്തിൻ്റെ ദുരാശ. നമ്മൾ പറഞ്ഞിരുന്നു, യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്ന വചനം എന്താണ്? ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. അപ്പോൾ നമ്മൾ അഹന്ത ആ ഭാഗം കണ്ടു. ഇനി അഹന്തയ്ക്കകത്ത് തന്നെ വരുന്നതാണ് കോപവും അസൂയയും. അപ്പോൾ ആ മൂലപാപങ്ങളിലെ 3 കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ ഇനി അടുത്ത 3 ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത്. എന്തൊക്കെയാണത്? അത് ഈ ജഡികാസക്തി, മോഹം. രണ്ടാമത്തേത് കൊതി അഥവാ ഭക്ഷണാസക്തി. മൂന്നാമത്തേത് മടി അഥവാ അലസത. അപ്പോൾ ഈ 3 തിന്മകളെക്കുറിച്ച് നമ്മളിന്ന് ചിന്തിക്കുകയാണ്. ലോകാരൂപിയെ നീക്കിക്കളയുന്നതിൻ്റെ ധ്യാന വിഷയമായിട്ട് കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം മോഹത്തെക്കുറിച്ച്, ജഡത്തിൻ്റെ ആ ജഡമോഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്ത് പറയുന്ന ഒരു ഭാഗം 2348 ഖണ്ഡികയിൽ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 2348. അപ്പോൾ 2348 പറയുകയാണ്, മതബോധന ഗ്രന്ഥം പറയുകയാണ്, മാമോദീസ സ്വീകരിച്ച എല്ലാവരും ശുദ്ധതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഹൃദയത്തിൽ പതിയട്ടെ. അതായത് വചനം പറയുന്നത് പോലെ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ്. അതൊരു പൊതുവായ പ്രസ്താവനയാണ്. എന്നാൽ ഇവിടെ കാറ്റക്കിസം ശുദ്ധത എന്ന് ഉദ്ദേശിക്കുന്നത് ജഡത്തിൻ്റെ, ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ലൈംഗിക വിശുദ്ധിയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, കാറ്റക്കിസം പറയുകയാണ് 2348 പറയുകയാണ്, മാമോദീസ സ്വീകരിച്ച എല്ലാവരും ശുദ്ധതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇനി കാറ്റക്കിസം 2349 പറയുകയാണ്. 2349 പറയുകയാണ്, എങ്ങനെയാണ് ഈ ശുദ്ധത പാലിക്കേണ്ടത്? വിവാഹിതർ ദാമ്പത്യത്തിനകത്ത് ദാമ്പത്യ ശുദ്ധത പാലിക്കണം. അതെങ്ങനെയാണ്? ഏകഭാര്യ വ്രതം, ഏകഭർത്തൃ വ്രതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യയും. അപ്പോൾ ദാമ്പത്യ ശുദ്ധത പാലിക്കണം, അതാണ് പറയുന്നത്. ഇനി മറ്റുള്ളവരോ, വിവാഹിതരല്ലാത്തവരോ വിരക്തി പാലിക്കണം. വിരക്തി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക, ഈ ശുദ്ധത എന്ന് പറയുന്ന പുണ്യം പാലിക്കാൻ എന്ത് ചെയ്യണം? വിരക്തി പാലിക്കണം, പാപത്തിൽ നിന്ന് അകന്നു നിൽക്കണം. 2390 പറയുകയാണ്, കാറ്റക്കിസം പറയുകയാണ്, മതബോധന ഗ്രന്ഥം പറയുകയാണ്, വിവാഹ ജീവിതത്തിനുള്ളിൽ മാത്രമാണ് ലൈംഗികതയ്ക്ക് സ്ഥാനമുള്ളത്. വിവാഹ ജീവിതത്തിനകത്ത് മാത്രം. വിവാഹത്തിന് പുറത്ത്
അത് ഗൗരവപൂർണമായ പാപമാണ്. അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും ഞാൻ സഭയുടെ പ്രബോധനം ഒരിക്കൽ കൂടി എടുത്തു പറയുന്നതേ ഉള്ളൂ, നമ്മുടെ ഹൃദയത്തിൽ അത് പതിയാൻ വേണ്ടി. വിവാഹ ജീവിതത്തിനുള്ളിൽ മാത്രമാണ് ലൈംഗികതയ്ക്ക് സ്ഥാനം, വിവാഹത്തിന് പുറത്ത് അത് ഗൗരവപൂർണമായ പാപമാണ്. ഇനി വിവാഹിതരാണെങ്കിലും അവിവാഹിതരാണെങ്കിലും എന്താണ് ഈ ലൈംഗിക വിശുദ്ധി പാലിക്കണം എന്ന് പറയുന്നതിൻ്റെ സ്പിരിറ്റ്, അതിൻ്റെ ഇൻറ്റൻഷൻ, ഉദ്ദേശം എന്താണ്? ഒരു വചനം വായിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ തിരുവചനം. സിറാഖ് 1:28. പ്രഭാഷകൻ പ്രഭാഷകൻ 1:28 വായിച്ചേ. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. എന്ത് ഹൃദയത്തോടെ കർത്താവിനെ സമീപിക്കരുത്? വിഭക്ത ഹൃദയത്തോടെ. എന്ന് പറഞ്ഞാൽ എന്താണ് വിഭക്ത ഹൃദയം? വിഭജിക്കപ്പെട്ട ഹൃദയം, ഡിവൈഡഡ് ഹാർട്ട്, വിഭജിക്കപ്പെട്ട ഹൃദയം എന്ന് പറഞ്ഞാൽ കർത്താവിനെ ഒരു വ്യക്തി സമീപിക്കുമ്പോൾ വിഭജിക്കപ്പെട്ട ഹൃദയത്തോടെ സമീപിക്കരുത്. ഇപ്പോൾ വിവാഹ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലാണെങ്കിൽ ഭർത്താവിൻ്റെ ഹൃദയം വിഭജിക്കപ്പെടരുത്, ഭാര്യയിൽ മാത്രമായിരിക്കണം. ഭാര്യയുടെ ഹൃദയം ഭർത്താവിൽ മാത്രമായിരിക്കണം. ഇനി അപ്പോസ്തലൻ പറയുന്നില്ലേ, പൗലോസ്ലീഹ പറയുന്നില്ലേ, അതായത് വിവാഹിതൻ എങ്ങനെ തൻ്റെ ജീവിത പങ്കാളിയെ പ്രസാദിപ്പിക്കണമെന്നോർത്ത് അതിൽ അങ്ങനെ ജീവിക്കുന്നു. എന്നാൽ അവിവാഹിതനാകട്ടെ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാം. അപ്പോൾ വിവാഹ ജീവിതത്തിൽ ഈ അവിഭക്ത ഹൃദയം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? ദൈവം കൊടുത്തിരിക്കുന്ന ജീവിത പങ്കാളിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി വിവാഹം കഴിക്കാത്തവരെ സംബന്ധിച്ച് എന്താണ്? കർത്താവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മനസ്സിലാവുന്നുണ്ടോ ഇത്? അപ്പോൾ വിഭക്ത ഹൃദയത്തോടെ കർത്താവിനെ സമീപിക്കരുത്. അപ്പോൾ എന്താണ് ചാരിത്ര്യം? ചാരിത്ര്യം സമം വിഭജിക്കപ്പെടാത്ത ഹൃദയം. ചാരിത്ര്യം സമം വിഭജിക്കപ്പെടാത്ത ഹൃദയം എന്താണ്? അപ്പോൾ ദൈവം തന്നിരിക്കുന്ന ഭാര്യയെ മാത്രം ശ്രദ്ധിക്കുന്നു, വേറെ ആരിലേക്കും ഹൃദയം തിരിയുന്നില്ല. അപ്പോൾ അത് വിഭജിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ദൈവത്തിന് ആ ഹൃദയം സ്വീകാര്യമാണ്. അത് ദൈവം കൊടുത്തതാണ്, അല്ലേ? ദൈവം കൊടുത്ത ജീവിത പങ്കാളിയാണ്. എന്നാൽ വിവാഹം കഴിക്കാത്തവരോ, അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ജീവിത പങ്കാളിയെ കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് അവർ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ മാത്രം ഹൃദയം വെക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന സഭയുടെ പ്രബോധനത്തിൻ്റെ കാതൽ. അതുകൊണ്ട് നമ്മൾ ഈ പാപം, ലോകാരൂപിയെ ഉപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഗൗരവമായി നമ്മൾ ഈ പാപത്തോട് പൊരുതേണ്ടതുണ്ട്. 1 കൊരിന്തോസ് 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 20 വരെയുള്ള തിരുവചനം. 1 കൊരിന്ത്യൻസ് 6:12-20. 1 കൊരിന്തോസ് 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 20 വരെ വായിച്ചേ. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ആഹാരം ഉദരത്തിനും ഉദരമാഹാരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ? ഒരിക്കലുമില്ല. വേശ്യയുമായി വീഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്കറിവുള്ളതല്ലേ? എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. വ്യാഖ്യാനം ആവശ്യമില്ലല്ലോ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം. അവിടെ നമുക്ക് മറ്റൊരു വചനം, ഇതുപോലെ മറ്റൊരു പ്രബോധന അപ്പോസ്തലൻ തരുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള തിരുവചനം വായിക്കാം. 3 മുതൽ 8 വരെ. 1 തെസ്സലോനിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 3-8. നിങ്ങളുടെ വിശുദ്ധീകരണമാണ്
ദൈവം അഭിലഷിക്കുന്നത്. എന്നോട് വായിച്ചേ, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസാൻമാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആവർത്തിക്കാം, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആവർത്തിക്കാം, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെ അല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. മറ്റൊരു വചനം വായിക്കാം. അതായത് ഈ പ്രഭാഷകന്റെ പുസ്തകം 23 അധ്യായത്തിൽ സിറാഖ് 23, പ്രഭാഷകൻ 23 16 മുതൽ 19 വരെ തിരുവചനം. സിറാഖ് 23:16 ഓൺവേർഡ്സ് വായിച്ചേ. പ്രഭാഷകൻ 23:16 മുതൽ. 2 കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു, മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ അത് അടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നത് വരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മധുരിക്കുന്നു, മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ടെനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കില്ല, മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ജഡത്തിൻ്റെ ദുരാശയിൽ മോഹം ആ തിന്മ ഗൗരവതരമാണ് എന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഒരുപാട് വചനങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ നമ്മൾ തൽക്കാലം ആ വിഷയം അവിടെ നിർത്തുന്നു. രണ്ടാമത്തേത് ഭക്ഷണാസക്തി. എടുത്തോ, ഭക്ഷണം വല്ലതും വേണോ? വേണ്ട, ഭക്ഷണാസക്തി. അപ്പോൾ വായിച്ച് നമുക്ക് ചില വചനങ്ങൾ വായിച്ചു പോവാം. അപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യം, ഭക്ഷണാസക്തി എന്താണ് എന്ന് അരമണിക്കൂർ എടുത്ത് പറയേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്ന കാര്യമാണത്. ഭക്ഷണാസക്തി 1 കൊരിന്തോസ് 6 അധ്യായത്തിൻ്റെ 12. നമ്മളിപ്പോൾ വായിച്ച വചനഭാഗത്ത് ഒരു കാര്യമുണ്ട്. 1 കൊരിന്തോസ് 6 അധ്യായത്തിൻ്റെ 12 വാക്യം. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമാണ്. മനസ്സിലായി? എല്ലാ ഭക്ഷണവും നമുക്ക് കഴിക്കാം, പക്ഷേ എല്ലാം ശരീരത്തിന് ഗുണപ്പെടണമെന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാം ഞാനിന്ന് നാഗാലാൻഡിൽ നിന്ന് വന്ന ഒരു അച്ഛനെ കണ്ടു. നാഗാലാൻഡിൽ അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിക്കായിരുന്നു, അച്ഛന് പട്ടിയെ ഒരു സെർവ് ചെയ്യുമല്ലോ. അപ്പോൾ അച്ഛൻ പറയുകയാണ്, പ്രധാനപ്പെട്ട ഫീസ്റ്റ് ഗവൺമെൻറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരോ ഒക്കെ ആരെങ്കിലുമൊക്കെ വന്നാൽ പട്ടിയെ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പട്ടിയെ കഴിക്കുന്നവർക്ക് അതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമ്മളതിനെ വിധിക്കണ്ട. പക്ഷേ ഞാൻ പറയുന്നത് എല്ലാം നമുക്ക് നിയമാനുസൃതമാണ്, എല്ലാം നമുക്ക് പ്രയോജനകരമല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഭക്ഷണം നമ്മളെ അടിമപ്പെടുത്താൻ സമ്മതിക്കരുത്. ഭക്ഷണം അടിമപ്പെടുത്താൻ സമ്മതിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് ശരീരത്തെ പട്ടിണിക്കിടണം. അങ്ങനെയാണ് ഭക്ഷണം നമ്മളെ അടിമപ്പെടുത്താൻ സമ്മതിക്കാതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ശരീരത്തെ പട്ടിണിക്കിടണം. ഞാൻ ഒരു ദൈവ മനുഷ്യൻ്റെ ജീവചരിത്രം വായിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ട് ഉപവാസത്തെക്കുറിച്ച് കേട്ടിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം ഉപവസിക്കുകയാണ്. അങ്ങനെ ഉപവസിക്കുന്ന സമയത്ത്, ആദ്യത്തെ ഉപവാസമല്ലേ, ഭീകരമാണത്, ജീവിതത്തിൽ ആദ്യമായിട്ട് ഉപവസിച്ചാൽ. അപ്പോൾ ഫസ്റ്റ് ഡേ ഒരു ദിവസത്തെ ഉപവാസമാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം അതേ ഉപവസിച്ചു. അപ്പോൾ രാവിലെ ആയപ്പോഴേ വിശപ്പ്, ഉച്ചയ്ക്ക് ഭയങ്കര വിശപ്പ്, വൈകിട്ടായപ്പോൾ പെരുത്ത വിശപ്പ്. അദ്ദേഹം ഒരു തരത്തിൽ അതിനെ അതിജീവിച്ച് പിറ്റേ ദിവസം രാവിലെ കഴിക്കാമെന്നാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വയറിനെ നോക്കി പറഞ്ഞു, മൈ ഡിയർ സ്റ്റൊമക്ക്, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉദരമേ, എനിക്ക് നിന്നോടൊരു കാര്യം തുറന്ന് സംസാരിക്കാനുണ്ട്. ഇന്നലെ നീ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. അതായത് നീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ഇരുന്നിരുന്നെങ്കിൽ
ഒരു ദിവസം കൊണ്ട് ഇത് തീർന്നേനെ. നീ അടങ്ങിയിരിക്കാത്തത് കൊണ്ട് ഞാനൊരു ഉപവാസം ഇന്നുകൂടി ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. നിനക്ക് ഞാൻ ഇന്ന് ഭക്ഷണം തരുന്നതല്ല. മനസ്സിലായി? അതാണ് ശരീരത്തോട് നോ പറയണം. നോ പറഞ്ഞ് ശരീരത്തെ അങ്ങനെ പഠിപ്പിക്കണം. അപ്പോൾ ശരീരത്തിന് എന്ത് മനസ്സിലാവും? എപ്പോൾ ചോദിച്ചാലും കിട്ടണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശരീരത്തിന് മനസ്സിലായി എപ്പോൾ ചോദിച്ചാലും. അത് നമുക്ക് ഭയങ്കര ഇത് തോന്നും. നമുക്ക് ഈ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ ശരിക്കും ഉപവസിക്കുന്ന സമയത്തുണ്ടല്ലോ, ശരീരം പ്രതികരിക്കുന്ന പലതരത്തിലാണ്. എങ്ങനെയെന്നറിയോ? ഒന്നീ വിശപ്പ്, പിന്നെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നറിയോ? എനിക്കുണ്ടായിട്ടുള്ള അനുഭവം ഞാൻ പറയട്ടെ. ഭയങ്കര കോപം വരും ഈ ഉപവസിക്കുന്ന സമയത്ത്. ഇപ്പം ഇല്ല കേട്ടോ, പോയി. നീ ആദ്യകാലങ്ങളിലൊക്കെ ഉപവസിക്കുന്ന സമയത്ത് എനിക്ക്, അതായത് ചെറിയ കാര്യത്തിന് ദേഷ്യം വരും. ശരീരം എന്താണ്, എന്തിനാണ് ഈ ദേഷ്യം? ഈ ആഹാരം കൊടുക്കാത്തതിൻ്റെ മനസ്സിലായില്ലേ? ഈ പട്ടിണി കിട്ടേണ്ട ദേഷ്യമാണ് ഇത് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അത് പലതരത്തിലാണ്. നമ്മളില്ലേ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരാൾക്ക് അയാൾ പ്രതീക്ഷിച്ച് അതിന് കൊടുത്തില്ലെങ്കിൽ അയാൾ ഇങ്ങനെ നമ്മളെ എന്ന് പറയുന്നവരാണ്. ഈ ശരീരം ഭയങ്കര സാധനമാണ്. അത് പ്രതികരിക്കുകയാണ്. എന്ത്? ദേഷ്യം. കാണുന്നവരോടൊരു ദേഷ്യം. വെറുതെ വഴിയെ പോയവനൊക്കെ വിളിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ട് വിടുകയാണ്. വിളിച്ചിട്ട് 5 മിനിറ്റ് ചൂടായിട്ട് വിടുകയാണ്. മനസ്സിലായില്ലേ? അവന് എന്തിനാണ് ദേഷ്യം? എന്തിനാണ് ദേഷ്യപ്പെട്ടത്? എന്തിനാ ദേഷ്യപ്പെട്ടില്ല, ഉപവാസമാണ്. അതുകൊണ്ട് അങ്ങനെ. അപ്പം അങ്ങനെയാണത്. പറഞ്ഞേ ഹല്ലേലൂയ. പോട്ടെ, നമ്മുടെ വിഷയം വഴിവിട്ട് പോരുത്. അപ്പോൾ ഇവിടെ ഭക്ഷണാസക്തി എന്ന് പറയുന്നത് ശരീരത്തോട് എല്ലാം, ഇവിടെ വചനം പറയാണ്, എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയാണ്, അല്ലേ? ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയാണ്. പക്ഷേ ദൈവം ഇത് രണ്ടിനെയും നശിപ്പിക്കും. ആഹാരവും തീരും, ഉദരവും തീരും. അതുകൊണ്ട് പറയുകയാണ്, ഈ ശരീരത്തെ നിയന്ത്രിക്കണം. അപ്പോൾ ഈ ഭക്ഷണാസക്തിയും ജഡികാസക്തിയും ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ജഡികാസക്തിയെ നിയന്ത്രിക്കാൻ ഭക്ഷണത്തെ നിയന്ത്രിക്കുന്നത് സഹായിക്കും എന്നതുകൊണ്ടാണ് അത് രണ്ടും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത് ജഡത്തിൻ്റെ ദുരാശയാണല്ലോ. മറ്റൊരു വചനം വായിക്കാം. 1 കൊരിന്തോസ് 10-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. 1 കൊരിന്തോസ് 10-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അവരിൽ, 1 കൊറിന്ത്യൻസ് 10:7 വായിച്ചേ. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധകരാകരുത്. തിന്നാനും കുടിക്കാനുമായി ജനം ഇരിക്കുകയും നൃത്തം ചെയ്യാനായി എഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ മനസ്സിലായി? അവർ തിന്നാനും കുടിക്കാനും ഇരിക്കുക, നൃത്തം ചെയ്യാൻ എഴുന്നേൽക്കുക. അങ്ങനെയുള്ള ജീവിതം. മനസ്സിലായില്ലേ? ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമുള്ള ജീവിതം, അല്ലേ? യൂട്യൂബിലൊക്കെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ചാനലുകൾ ഏതായിരിക്കും? ഭക്ഷണത്തിൻ്റെ ചാനലുകളാണ് പ്രധാനം. പിന്നെ യാത്ര, ഭക്ഷണം, അല്ലേ? തിന്നാനും കുടിക്കാനുമായി ജനം ഇരിക്കുകയും നൃത്തം ചെയ്യാനായി എഴുന്നേൽക്കുകയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അങ്ങനെ ആവരുത്. അതുകൊണ്ടാണ് എസെക്കിയേൽ 16:49 ഈ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. എന്നോട് ഒരു സഹോദരി പറഞ്ഞു, എന്നെ അത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അതായത് ഒരിക്കൽ ഞാൻ ചോദിച്ചു, എന്താണ് കഴിക്കാത്തത്? ഒരു നേരം ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പം ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഒരു നേരം കഴിക്കുന്നില്ല എന്ന് മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആഹാരമില്ലാത്ത എത്രയോ കോടി ജനങ്ങളുണ്ട്, അപ്പോൾ അവരെ ഓർത്ത് ഒരു നേരം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അതായത് അപ്പോൾ ഈ നിങ്ങൾ കഴിക്കാതിരുന്നാൽ ബാക്കിയുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാവുമോ എന്നൊക്കെ വേണേൽ തിരിച്ചു ചോദിക്കാം. പക്ഷേ അതൊരു താതാത്മ്യപ്പെടലാണ്. എന്താണ്? ഈ വേദനിക്കുന്ന, ഭക്ഷണമില്ലാത്ത, പട്ടിണി കിടക്കുന്ന മനുഷ്യനോടുള്ള ഒരു താതാത്മ്യപ്പെടലാണ്. വചനം വായിച്ചേ. എസെക്കിയേൽ 16:49. എസെക്കിയേൽ 16, എസെക്കിയേൽ 16:49, എസെക്കിയേൽ 16:49. വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ്. ഉറക്കെ വായിച്ചേ. നിന്റെ സഹോദരിയായ സോതോമിൻ്റെ തെറ്റ് ഇതായിരുന്നു. മനസ്സിലായി? സോതോം ഏതാ? സോതോം ഗൊമോറ നശിപ്പിക്കപ്പെട്ട നഗരങ്ങളാണ്. അപ്പോൾ സോതോമിൻ്റെ തെറ്റ് ഇതായിരുന്നു. പ്രൗഢിയും ഭക്ഷ്യ സമൃദ്ധിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിട്ടും അവളും അവളുടെ പുത്രിമാരും നിർധനരെയും അഗതികളെയും സഹായിച്ചില്ല. കണ്ടോ? ഭക്ഷണം വെടിയുന്നത് പാവപ്പെട്ടവരോടുള്ളൊരു താതാത്മ്യപ്പെടലാണ്. സോതോമിൻ്റെ തെറ്റെന്തായിരുന്നു? ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടായിരുന്നു, പക്ഷെ അവരെന്ത് ചെയ്തു? അവരഗതികളെയും പാവപ്പെട്ടവരെയും കണ്ടില്ല എന്ന് നടിച്ചു. മറ്റൊരു വചനം വായിക്കാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം
19 തിരുവചനം. ഫിലിപ്പി ലേഖനം 3 അധ്യായത്തിൻ്റെ 19. ഫിലിപ്പിയൻസ് 3:19 വായിച്ചേ. 18 മുതൽ വായിച്ചേ. എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. മനസ്സിലായ? ഭക്ഷണാസക്തി എന്ന് പറയുന്നത് ദൈവം ആരാണ്? വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നുണ്ട്, ദൈവത്തിൽ മാത്രം ആനന്ദം കണ്ടെത്താൻ കഴിയാത്തതാണ് ഭക്ഷണാസക്തിയുടെ കാരണമെന്ന് പറയുന്നു. ദൈവത്തിൽ മാത്രം ആനന്ദം കണ്ടെത്താൻ, അതായത് ദൈവത്തിലാണ് ആനന്ദം. ഭക്ഷണമൊക്കെ ആവശ്യത്തിന് കഴിക്കണം, പക്ഷെ ഭക്ഷണം കഴിക്കുന്നതിന് അതിനകത്തല്ല ആനന്ദം എന്ന് പറയണം. അപ്പോൾ ഉദരമാണ് അവരുടെ ദൈവം. മറ്റൊരു വചനം വായിച്ചേ. സുഭാഷിതങ്ങൾ 23 എടുക്കാം. പ്രോവേർബ്സ് 23. സുഭാഷിതങ്ങൾ 23. സുഭാഷിതങ്ങൾ 23 അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചേ. ഭരണാധിപനോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മുമ്പിലുള്ളത് എന്താണെന്ന് ശ്രദ്ധിക്കണം. മനസ്സിലായോ? ഭരണാധിപനോടൊപ്പം അല്ല, ആരുടെ മുമ്പിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഇച്ചിരി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഭരണാധിപനോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മുമ്പിലുള്ളത് എന്താണെന്ന് ശ്രദ്ധിക്കണം. ഭക്ഷണക്കൊതിയനാണെങ്കിൽ നീ നിയന്ത്രണം പാലിക്കണം. എന്ന് പറഞ്ഞാൽ ഭക്ഷണക്കൊതിയനാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കൈ ഇങ്ങനെ കെട്ടിയിട്ടോ അല്ലെ, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇങ്ങനെ മാറി എടുത്തുകൊണ്ടിരിക്കും. 2 കൈ തികയുന്നില്ലല്ലോ, ഒരു 10 കൈ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ച് കളയും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണക്കൊതിയനാണെങ്കിൽ നീ നിയന്ത്രണം പാലിക്കുക. അവൻ്റെ വിശിഷ്ട വിഭവങ്ങളിൽ കൊതി വെക്കരുത്, അത് നിന്നെ ചതിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ഭരണാധിപൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നോക്കരുത്. അങ്ങനെ നോക്കുന്നത് എന്തിനാണെന്നറിയാം? വീട്ടിൽ പോയിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഭരണാധികാരി അവൻ പൈസ ഉള്ളവനായതുകൊണ്ടാണ് അവനത് കഴിക്കുന്നത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഹോട്ടലിൻ്റെ വാതിൽക്കൂടെ പൊല്ലുമ്പോഴെല്ലാം അവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ആകെ 100 രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത്. വീട്ടിൽ വന്നിട്ട് അതുണ്ടാക്കാൻ പോയാൽ നീ പട്ടിണി കിടക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതല്ലേ പറയുന്നേ? അവൻ്റെ വിശിഷ്ട വിഭവങ്ങളിൽ കൊതി വെക്കരുത്, അത് നിന്നെ ചതിക്കും. മനസ്സിലായോ? അത് നിന്നെ ചതിക്കും. അങ്ങനെയാണ്. എന്നോട് വായിച്ചേ. ഭക്ഷണക്കൊതിയനാണെങ്കിൽ നീ നിയന്ത്രണം പാലിക്കുക. അവൻ്റെ വിശിഷ്ട വിഭവങ്ങളിൽ കൊതി വെക്കരുത്, അത് നിന്നെ ചതിക്കും. 23-ന്റെ 20-21 വായിച്ചേ. സുഭാഷിതം പ്രോവേർബ്സ് 23:20-21 വായിച്ചേ. അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്. എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും. മത്ത് പിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. മദ്യപനും ഭോജനപ്രിയനും എന്താണ് റിസൾട്ട്? ദാരിദ്ര്യത്തിലകപ്പെടും. മറ്റൊരു വചനം വായിച്ചേ. പ്രഭാഷകന്റെ പുസ്തകം 37 അധ്യായം. പ്രഭാഷകൻ 37 28 മുതൽ 31 വരെ. സിറാഖ് 37:28-31. പ്രഭാഷകൻ 37 28 മുതൽ വായിക്കാമോ? എല്ലാവർക്കും എല്ലാം നല്ലതല്ല, എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നില്ല. ആഡംബരത്തിൽ അതിര് കവിഞ്ഞ അഭിനിവേശമരുത്. ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. അമിത ഭോജനം ദഹനക്ഷയം ഉണ്ടാക്കുന്നു. അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസുണ്ട്. അപ്പോൾ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ ഒരുപാട് ജീവിക്കുമെന്ന് വിചാരിക്കരുത്. ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ കുറച്ച് കാലേ ജീവിക്കത്തുള്ളൂ. കുറച്ച് കാലേ ജീവിക്കണമെന്നുള്ളൂ. എന്നാൽ ഒത്തിരി കഴിച്ചേക്കാം എന്ന് ചിന്തിക്കാതെ, അല്ലേ? ഞാനൊരു ചെറുപ്പക്കാരനെ ഓർക്കുന്നുണ്ട്. അതായത് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കഴിച്ചിരുന്ന് ഉറങ്ങുമ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ് അങ്ങനെ ഉറങ്ങിപ്പോവും. അപ്പോൾ അമ്മയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, ഉറങ്ങി കഴിക്കുമ്പോൾ ബിസ്ക്കറ്റിൻ്റെ പകുതിയൊക്കെ ഇങ്ങനെ വെളിയിലോട്ടിരിക്കും. അമ്മയുടെ ജോലി അത് ഒടിച്ച് എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ്. കാരണം അവരിങ്ങനെ അങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ തീറ്റി, അല്ലേ? അപ്പോൾ ഈ ഇഷ്ടംപോലെ ഇപ്പം പണമുള്ളത് കൊണ്ട് ഇഷ്ടംപോലെ ഭക്ഷണം മക്കൾക്ക് ഇങ്ങനെ കൊടുത്ത് ഇരിക്കുന്ന കൂട്ടത്തിൽ കൊടുത്തോ, വെള്ളിയാഴ്ച അവരോട് പറയണം കഴിക്കണ്ടെന്ന് പറയണം, അല്ലേ? ചില ദിവസങ്ങളിൽ പറയണം ഇന്ന് കഴിക്കണ്ടെന്ന് പറയണം, അല്ലേ? അങ്ങനെയാണ്. ഞാനൊരിക്കലും ഒരു കുഞ്ഞ് അതിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കടുപ്പമുള്ള ഒരു കുടുംബത്തിലൊരു കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു,
ബർത്ത്ഡേ ആഘോഷിച്ച് പൈസ കളയണോ, അതോ നമുക്ക് സ്നേഹ വീട്ടിൽ പാവപ്പെട്ടവർക്ക് അരി വാങ്ങിച്ചു കൊടുക്കണോ? കേക്ക് വാങ്ങിക്കാമെന്നല്ലേ കൊച്ചുങ്ങൾ പറയൂ, കേക്ക് വാങ്ങിക്കാം. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, പാവപ്പെട്ടവർക്കായി നമ്മൾ കേക്ക് വാങ്ങിച്ചാലേ സമ്മാനം വാങ്ങിച്ച് 10,000 രൂപ കളഞ്ഞാൽ ആ 10,000 രൂപ നമുക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ സ്നേഹ വീട്ടിൽ പോയി അരി കൊടുത്താൽ എന്ത് സംഭവിക്കും? അവിടെ 50 പേര് 100 പേര് ഇന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ കൊച്ചു കുഞ്ഞാണ്, പക്ഷെ അതിനൊന്നും വലിയ കാര്യമായിട്ടത് മനസ്സിലായില്ല. എന്നാലും പറഞ്ഞു നമുക്ക് അരി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിട്ട് അതുങ്ങളെ കൊണ്ട് തന്നെ അരിയൊക്കെ കൊടുപ്പിച്ചു. എന്ന് ഞാൻ ചോദിച്ചു എങ്ങനെ ബർത്ത്ഡേക്ക്? അപ്പോൾ പറഞ്ഞു നമുക്ക് അരി കൊടുത്താൽ മതി. ഞാൻ പറയുന്നത് എല്ലാവരും എല്ലാ വർഷവും അരി കൊടുക്കുക അല്ല കേക്ക് മുറിക്കേണ്ടതെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് ഈ അമിത ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ കഴിക്കാത്തവരുണ്ടെന്ന് കൂടി ഓർക്കണം. അതാണ് നമ്മൾ ഇവിടെ വചനം പറയുന്നത്. അമിത ഭോജനം അനേകരുടെ മരണത്തിനിടയാക്കിയിട്ടുണ്ട്. മറ്റൊരു വചനം വായിക്കാം. റോമാലേഖനം, ഇനി ഒന്നുകൂടെ ഉണ്ടല്ലേ, റോമാലേഖനം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. പെട്ടെന്ന് വായിച്ചേ. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. റോമർ 13:14. പെട്ടെന്ന് വായിച്ചേ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാൻ. അത് എപ്പോഴും ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. ഇടയ്ക്കിടയ്ക്ക് ആഹാരം കഴിക്കുന്നത് മറന്നു പോകണം അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ എന്ന് 4 മണിയാകുമ്പോഴേ ഓർക്കാവൂ. ഇടയ്ക്കിടയ്ക്ക് ശരീരത്തെ മറന്നു പോകുന്നത് നല്ലതാണ്. അടുത്തത് 3-ാമത്തേത് അലസത അഥവാ മടി. അലസത, മടി, അല്ലെങ്കിൽ അതിന് വേറെ പേരാണ് സുഖലോലുപത. പെട്ടെന്ന് കുറച്ച് വചനങ്ങൾ വായിച്ച് അവസാനിപ്പിക്കാം. ലൂക്കാ സുവിശേഷം 21-ാം അധ്യായം, ലൂക്കാ 21:34-35, ലൂക്ക് 21:34-35. വേഗം വായിച്ചേ. ലൂക്കാ 21:34-35. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ സുഖലോലുപത എന്ന് പറയുന്നത് അലസതയാണ്, അലസത. അടുത്ത വചനം വായിച്ച്. റോമാലേഖനം 8-ാം അധ്യായം 6 മുതൽ 8 വരെ. പെട്ടെന്ന് വായിക്കണേ. വേഗം മറിച്ചോ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെ. റോമൻസ് 8:6-8. പെട്ടെന്ന് വായിച്ചേ. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണത്. ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 1 തിമോത്തി 5:8. 1 തിമോത്തി 5:8. പെട്ടെന്ന് വായിച്ചു. 1 തിമോത്തി 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ, ഒന്നുകൂടെ വായിച്ചേ. ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. കണ്ടോ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കഷ്ടപ്പെടണം. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റണം, ജോലി ചെയ്യണം, അലസത പൂണ്ടിരിക്കരുത്. അതാണ് പറയുന്നത്. 1 തിമോത്തി 5:8 നമ്മൾ വായിച്ചത്. ഇനി പെട്ടെന്ന് വായിച്ചേ. എഫേസോസ് ലേഖനം 5:15 മുതൽ 17 വരെ. എഫേസോസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെ. വേഗം വായിച്ചേ. എഫേസോസ് 5:15 മുതൽ 17 വരെ. പെട്ടെന്ന് വായിച്ചേ. 14 മുതൽ വായിച്ചേ. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്, ഉറങ്ങുന്നവനെ ഉണരുക. ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതിനാൽ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. അടുത്ത വാക്യം ഉറക്കെ വായിച്ച്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. അലസരായിട്ടിരിക്കരുത്. നിങ്ങളുടെ സമയം എന്തെങ്കിലും ചെയ്യണം. മനസ്സിലായോ? വെറുതെ ഇരിക്കാൻ നമുക്ക് ഒരിടത്തെ അവകാശമുള്ളൂ. എവിടെ? പറ. ഈശോടടുത്ത്. അപ്പോൾ കർത്താവ് അധ്വാനിച്ചോളൂ. അപ്പോൾ ഈ വേറെ സമയം വെറുതെ കളയരുത്, സമയം പാഴാക്കി കളയരുത്. അതാണ് ദൈവവചനം പറയുന്നത്. സുഭാഷിതങ്ങൾ 10-ാം അധ്യായം 4-ാമത്തെ വാക്യം. പെട്ടെന്ന് എടുത്തു. സുഭാഷിതങ്ങൾ 10-ാം അധ്യായത്തിൻ്റെ 4. Proverbs 10:4. സുഭാഷിതങ്ങൾ 10:4 വായിച്ചേ. 10:4.
അലസമായ കരം ദാരിദ്ര്യം വരുത്തി വെക്കുന്നു. അലസമായ കരം ദാരിദ്ര്യം വരുത്തി വെക്കുന്നു. സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു. വേനൽക്കാലത്ത് കൊയ്തെടുക്കുന്ന മകൻ മുൻകരുതലുള്ളവനാണ്. കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്ന മകൻ അപമാനം വരുത്തി വെക്കുന്നു. ഇനി മറ്റൊരു വചനം വായിച്ച് 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 6 മുതൽ 10 വരെ. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെ. വേഗം വായിക്കാമോ? 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 6 മുതൽ 10 വരെ. പെട്ടെന്ന് വായിച്ചേ. ആലസതയിലും 2 തെസ്സലോനിക്കർ 3:6 ഞാൻ പറഞ്ഞേ, 6 മുതൽ 10 വരെ വായിച്ചേ. അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന്. കണ്ടോ? ഒഴിഞ്ഞു നിൽക്കണമെന്ന്. അലസനെ കണ്ടാൽ അവൻ്റെ അടുത്ത് കൂട്ടുകൂടരുത്. അലസൻ്റെ അടുത്തു നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതി. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു എവിടാന്ന് ഞാൻ പറയുന്നില്ല, ഒരു സ്ഥലത്ത്, അതായത് എപ്പോഴും ഉറക്കമാണ്, ഉറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ വീട്ടിൽ അവധിക്ക് ചെന്നിട്ട് അവിടെയും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉറക്കമാണ്. അപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു, മോനെ ചില എഴുന്നേറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഉറങ്ങാൻ പറഞ്ഞു. അതായത് കണ്ടിന്യൂസ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് പേടിയായി. അമ്മ പറഞ്ഞു, നീ എഴുന്നേറ്റ് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഇനി ഉറങ്ങാൻ പറഞ്ഞു. അപ്പോൾ പറയുകയാണ്, അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കുക? വായിച്ചോ, നല്ല വചനമാണ്. എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല. കണ്ടോ? സുവിശേഷ വേലയ്ക്ക് പോയ ആളുകളാണ് അവർ. അവിടെ ചെന്നപ്പോൾ അലസരായിരുന്നില്ല. ആരിൽ നിന്നും ഞങ്ങൾ അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചില്ല. ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപകൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തു. രാപകൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തു. ഞങ്ങൾക്ക് അവകാശം ഇല്ലാഞ്ഞിട്ടല്ല, അനുകരണാർഹമായൊരു മാതൃക നിങ്ങൾക്ക് നൽകാനാണ് ഇങ്ങനെ ചെയ്തത്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ നിങ്ങൾക്കൊരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. മനസ്സിലായോ? അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കുക. അടുത്ത വചനം നല്ല വചനമാണ്. എല്ലാ കാര്യത്തിലും ഇടപെടുകയും എന്നാൽ ഒരു പണിയും ചെയ്യാതെ. ഒരു പണിയും അങ്ങനെ പറഞ്ഞാൽ മതി. എന്നാൽ ഒരു പണിയും ചെയ്യാതെ, അല്ലേ? പറഞ്ഞ് എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു പണിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു. അത്തരം ആളുകളോട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അവർ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ. നല്ല വചനമാണിത്. ഈ ഫ്രെയിം ചെയ്ത് വെക്കണം. അതായത് എല്ലാ കാര്യത്തിലും ഇടപെടും, ഒരു പണിയും ചെയ്യില്ല. എല്ലായിടത്തും നിന്നിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ഒരു പണിയും ചെയ്യില്ല. അങ്ങനെയല്ല, അധ്വാനിക്കണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണം. ചെയ്ത് സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 25-29. മത്തായി 25-29 പെട്ടെന്ന് വായിക്കാമോ? മത്തായി 25, മാത്യു 25:29 വായിച്ചേ. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഇത് ഏത് പശ്ചാത്തലത്തിലാണ് പറയുന്നത്? 10 താലന്ത് കിട്ടിയവൻ 10 കൂടെ സമ്പാദിച്ചു. എന്നാൽ ഒരുത്തൻ എന്ത് ചെയ്തു? അവൻ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വളരുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താലന്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ജഡമോഹത്തിൽ നിന്ന്, ഈ മോഹങ്ങളിൽ നിന്ന്, അതുപോലെ അലസതയിൽ നിന്ന്, അതുപോലെ തന്നെ പിന്നെന്താണ് അശുദ്ധപാപത്തിൽ നിന്ന്, കൊതിയിൽ നിന്ന്, ഭക്ഷണാസക്തിയിൽ നിന്നെല്ലാം മോചനം പ്രാപിക്കാൻ പരിശുദ്ധ അമ്മയോടുള്ള ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മളെ സഹായിക്കും എന്ന് ഈ നമ്മുടെ മരിയ ഭക്തിയിൽ പറയുന്നുണ്ട്. ഞാൻ 2-3 വാചകങ്ങൾ പെട്ടെന്ന് വായിക്കാം. ഇത് സുഗമമായ ഒരു മാർഗമാണ്. ഏത് മാർഗം? വിമല ഹൃദയ പ്രതിഷ്ഠ. 152-ാമത്തെ പാരഗ്രാഫിൽ യഥാർത്ഥ മരിയ ഭക്തിയിൽ വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുകയാണ്, ഇത് എളുപ്പമുള്ളൊരു മാർഗമാണ്. നമ്മുടെ പക്കലേക്ക് വരാൻ ഈശോ മിശിഹാ നടന്നു നീങ്ങിയ പാതയാണത്. ഇതിലൂടെ അവിടുത്തെ സമീപിക്കാൻ ഒരു തടസ്സവുമില്ല. ഇതിലൂടെ അവിടുത്തെ സമീപിക്കാൻ ഒരു തടസ്സവുമില്ല. വേറെ മാർഗത്തിലൂടെയും നമുക്ക് ദൈവവുമായി ഐക്യപ്പെടാം. പക്ഷെ മറ്റു വഴികൾ സ്വീകരിച്ചാൽ
വളരെയധികം കുരിശുകളും പ്രതിബന്ധങ്ങളും പ്രയാസവും മരണാപകടങ്ങളും തരണം ചെയ്തേ മതിയാവൂ. അവയെ തരണം ചെയ്യുക വളരെ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. എന്നിട്ട് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറയുകയാണ്. വിശുദ്ധ എഫ്രൈം, വിശുദ്ധ ജോൺ ഡമഷീൻ, വിശുദ്ധ ബെർണാദ്, വിശുദ്ധ ബെർണഡീൻ, വിശുദ്ധ ബൊനവഞ്ചർ, വിശുദ്ധ ഫ്രാൻസിസ് സാലസ് തുടങ്ങിയവർ അവർ യേശുവിനെ സമീപിക്കാൻ ഈ ഉത്തമമായ മാർഗം സ്വീകരിച്ചവരാണ്. ഈ വിശുദ്ധർ എന്ത്? പരിശുദ്ധ അമ്മയ്ക്ക് തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ച് വിശുദ്ധിയിലേക്ക് വളർന്നു വന്നവരാണ്. ഉദാഹരണം വിശുദ്ധ എഫ്രൈം, വിശുദ്ധ ജോൺ ഡമഷീൻ, വിശുദ്ധ ബെർണാദ്, വിശുദ്ധ ബെർണദീൻ, വിശുദ്ധ ബൊനവഞ്ചർ, വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. ഈ വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുകയാണ്, ഇവർ അതുകൊണ്ട് ഈ എളുപ്പമുള്ള മാർഗം സ്വീകരിച്ച് വിശുദ്ധിയിലെത്തിയവരാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ണുകളടച്ച് അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ദൈവമേ, നിൻ പാദേ സർവമർപ്പിച്ചേകാൻ, എന്നേരവും സ്തുതി ആരാധന. കൺകുളിർക്കെ കാണാം, മാനം തുറന്നേകാം, എന്നേരവും സ്തുതി ആരാധന. എല്ലാം അറിയും എൻ്റെ തമ്പുരാനെ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. മർത്യനായി ഭൂവിൽ അവതരിച്ചവനെ, എന്നേരവും സ്തുതി ആരാധന. പുൽമെത്തയിൽ പിറന്ന പൊന്നുണ്ണീശോയെ, എന്നേരവും സ്തുതി ആരാധന. തച്ചൻ്റെ മകനായി വളർന്ന ഈശോയെ, എന്നേരവും സ്തുതി ആരാധന. കന്യകാമേരിതൻ പ്രിയ സുതനേശുവേ, നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. ദൈവഹിതമറിവാൽ വ്യാഖ്യാനിച്ച ഗുരുവേ, എന്നേരവും സ്തുതി ആരാധന. ദൈവരാജ്യം ഭൂവിൽ സ്ഥാപിച്ച രാജാവേ, എന്നേരവും സ്തുതി ആരാധന. പാപികളെ അലിവാൻ ചേർത്തു വച്ചോരിടയാ, എന്നേരവും സ്തുതി ആരാധന. രോഗികൾക്കു സൗഖ്യം നൽകിയ നല്ലിടയാ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. സകലതും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമേ,
നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ സന്നിധിയിൽ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ വഴി ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം പുതിയ ഒരു ജീവിതങ്ങളാക്കി മാറ്റുവാൻ, പുതിയ സൃഷ്ടികളാക്കി മാറ്റുവാൻ, ഞങ്ങളുടെ പാപത്തിൻ്റെ മേഖലകളെല്ലാം മാറ്റി നിർത്തി അതിനെയെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ച് ദൈവമേ, നിന്നെ മാത്രം തേടുന്ന, നിന്നെ മാത്രം ആശ്രയിക്കുന്ന ജീവിതങ്ങളായി തീരുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവമേ, നിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ജഡികമായ പാപത്തിൻ്റെ മേഖലകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റുന്നതിനു വേണ്ടിയുള്ള ആഴമായ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ നടത്തുകയാണല്ലോ. ദൈവമേ, ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളും ഞങ്ങൾ വായിക്കുന്ന വചനങ്ങളും ഞങ്ങൾ കടന്നു പോകുന്ന ജീവിതയാത്രകളിലൊക്കെ കർത്താവേ, പുതിയൊരു സൃഷ്ടിയായി തീരുവാനും നിന്നാഴപ്പെട്ടുകൊണ്ട്, നിൻ്റെ വചനത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ഈ ജഡീക പ്രവണതകളെയും ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന, വിശ്വാസ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്ന എല്ലാ പിശാചിൻ്റെ അരൂപികളെയും തകർക്കുവാൻ ഞങ്ങളുടെ വിശ്വാസ ജീവിതങ്ങൾക്ക് ശക്തി നൽകണമേ. ഇന്ന് ഞങ്ങളുടെ വചന വിചിന്തനത്തിലൂടെ ഞങ്ങൾ ചിന്തിച്ചു, സഭയുടെ പ്രബോധനം നമ്മളെ പഠിപ്പിക്കുന്നു. മാമോദീസ സ്വീകരിച്ച എല്ലാവരും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം, ജീവിതത്തിൻ്റെ കാരണവുമെല്ലാം ഈ വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. ദൈവമേ, ഈ വിളി സ്വീകരിച്ചിരിക്കുന്ന ഞാൻ എത്രമാത്രം ജീവിതത്തിൽ വിശ്വസ്തനായിട്ടാണ് മുന്നോട്ട് പോകുന്നത്? ഈ വിളിയിൽ എത്രമാത്രം ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്? ഇന്ന് ഞങ്ങൾ വചനത്തിലൂടെ ചിന്തിച്ചു, മോഹം എന്ന ജീവിതത്തെ അലട്ടുന്ന പാപത്തിൻ്റെ മുന്നിൽ പലപ്പോഴും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ അടിമപ്പെട്ടു പോകുന്നുണ്ട്. ദൈവമേ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവണതകൾക്ക് മുന്നിൽ ശരീരങ്ങളുടെ സുഖങ്ങൾ തേടി ജഡീകമായ ആസക്തികൾക്ക് പിന്നാലെ ജീവിതം മുന്നോട്ട് നയിക്കുന്നുണ്ട്. നിനക്ക് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട സമയങ്ങളിൽ വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് തിരിച്ചറിവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ദൈവമേ, പലപ്പോഴും ജീവിതത്തിൻ്റെ ജഡീക ആസക്തികൾക്ക് പിന്നാലെയും സുഖങ്ങൾക്ക് പിന്നാലെയും പോയ നിമിഷങ്ങളെ ഓർത്ത് ദൈവമേ, ഞങ്ങൾ ദുഃഖിക്കുന്നു. ഒരു പൂർണ്ണമായ തിരിച്ചറിവ്, ഒരു പൂർണ്ണമായ തിരിച്ചുവരവ് ജീവിതത്തിൽ നൽകണമേ. ഈ ജഡീകമായ ആസക്തികൾക്ക് പിന്നാലെ തന്നെ ജീവിതത്തെ കാർന്നു തിന്നുന്ന ഭക്ഷണാസക്തി, ഞങ്ങളുടെ ശരീരം പറയുന്നതിനോട് ശരീരം ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ശരീരത്തിൻ്റെ പ്രവണതകൾക്ക് മുന്നിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ പലപ്പോഴും അടിമപ്പെട്ടു പോകുമ്പോൾ, കർത്താവേ, നിനക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുവാനും നിനക്ക് വേണ്ടി ഉപവാസങ്ങൾ എടുക്കുവാനും നിനക്ക് വേണ്ടി പ്രായശ്ചിത്തങ്ങൾ ചെയ്യുവാനും ഒക്കെ ജീവിക്കേണ്ട സമയത്ത് പലപ്പോഴും ഈ ഭക്ഷണാസക്തിയുടെ പിന്നാലെ പോയിട്ടുണ്ട്. തമ്പുരാൻ്റെ സന്നിധിയിൽ ജീവിതത്തിൽ ഈ ഒരു പാപത്തിൻ്റെ മേഖലകളിൽ അടിമപ്പെട്ടിരിക്കുന്ന എല്ലാവരും തമ്പുരാൻ്റെ സന്നിധിയിൽ, ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിനക്ക് ജീവിതത്തിൽ പൂർണ്ണമായി നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നെ മാത്രം ജീവിതത്തിൻ്റെ ശക്തിയായി, ജീവസ്രോതസ്സായി നിന്നെ മാത്രം സ്വീകരിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ശക്തി തരണമേ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ പാപങ്ങളോടൊപ്പം തന്നെ നമ്മളെ അടിമപ്പെടുത്തുന്ന അലസത എന്ന പാപം, ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട സമയം, ദൈവത്തിന് കൊടുക്കേണ്ട സമയവും ദൈവത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ട ജീവിതവും പലപ്പോഴും
അലസത മൂലം, മടി മൂലം, മറ്റ് കാര്യങ്ങൾക്കു വേണ്ടി, സമ്പത്തിനു വേണ്ടി, ജീവിതത്തിൻ്റെ സുഖങ്ങൾക്കു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ്റെ സന്നിധിയിൽ അവൻ്റെ മുന്നിൽ ദൈവമേ, പുതിയൊരു ജീവിതത്തിനു വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. സമയം പാഴാക്കാതെ വിവേകത്തോടു കൂടിയിരിക്കാൻ വചനം പറയുന്നുണ്ട്. വിവേകത്തോടു കൂടി തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് ദൈവം ദാനമായി തന്ന ഈ ജീവിതവും ഈ സമയവും അവനു വേണ്ടി മുഴുവൻ ജീവിതവും കർത്താവിൻ്റെ മുന്നിൽ സമർപ്പിക്കുവാൻ എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്വം, അത് വചനപ്രഘോഷണമായിക്കോട്ടെ, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കുടുംബജീവിതമായിക്കോട്ടെ, ശുശ്രൂഷ ജീവിതമായിക്കോട്ടെ, ഏത് തന്നെ ആയാലും, ഏത് ജീവിതത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നവരും അവരുടെ ജീവിതത്തിൻ്റെ സമയം എത്രമാത്രം തമ്പുരാന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അലസതയിലൂടെയാണോ കടന്നു പോകുന്നത്? തമ്പുരാന്റെ സന്നിധിയിൽ അനുതാപത്തോടുകൂടി ഈ പാപത്തിൻ്റെ മേഖലകൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാന്റെ സന്നിധിയിൽ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ ജീവിതത്തിൽ ഇതുപോലുള്ള പാപങ്ങൾക്ക് നിസാരമെന്ന് കരുതുന്ന, മനുഷ്യൻ നിസാരമെന്ന് കരുതുന്ന പാപങ്ങൾക്ക് പിന്നാലെ ഞാൻ അടിമപ്പെട്ടു പോയപ്പോൾ ദൈവമേ, നിനക്ക് കൊടുക്കേണ്ട സ്ഥാനം ഞാൻ മാറ്റിവെക്കുന്നു. നിനക്ക് കൊടുക്കേണ്ട ജീവിതം, നീ ദാനമായി തന്ന ഈ ജീവിതം, പലവിധ ചെറിയ പാപങ്ങളെന്ന് വിചാരിക്കുന്ന മാരകമായ ജീവിതത്തെ തകർക്കുന്ന പാപങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ അഴിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരണമേ. ഈ ജീവിതത്തിൻ്റെ ജഡീക പ്രവണതകൾക്കും ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ മേഖലയ്ക്കും ഞാൻ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ജീവിതത്തെ നവീകരിക്കുന്ന, ഒരു പുതിയ സൃഷ്ടിയാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് ആത്മാർത്ഥമായി ദാഹിച്ച് പാടി പ്രാർത്ഥിക്കാം. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ.
അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ അലസതയും മടിയും ജീവിതത്തെ അലട്ടുന്ന ജഡികമായ പ്രവണതകൾക്കും ഒക്കെ മാറ്റി നിർത്തി പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളുടെ എല്ലാവിധ ജഡീക പ്രവണതകളിൽ നിന്നും മാറി ഒരു പുതിയ ജീവനായി മാറുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ പുതിയതാക്കി തീർക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ച് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ, എന്നിൽ വസിച്ച് എന്നെ നയിക്കുകയും ചെയ്യണമേ, വസിച്ചെന്നെ നയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ പ്രകാശത്തിന്റെ കതിരുകൾ സ്വർഗത്തിൽ നിന്നും അയക്കണമേ, അങ്ങയുടെ പ്രകാശത്തിന്റെ കതിരുകൾ സ്വർഗത്തിൽ നിന്ന് അയക്കണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശമേ, എഴുന്നള്ളി വരണമേ, ആശ്വാസദായക, ആത്മാവിന്റെ മാധുര്യമേ, ഉഷ്ണത്തിൽ തണുപ്പേ, അവശതയിൽ ആലംബമേ, എഴുന്നള്ളി വരണമേ, ആനന്ദപൂർണമായ പ്രകാശമേ, അങ്ങേ വിശ്വാസിയുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ, അങ്ങയുടെ അനുഗ്രഹം കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ മറ്റൊന്നുമില്ല, മാലിന്യമുള്ളത് കഴുകണമേ, ആറിപ്പോയത് ചൂടാക്കണമേ, കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ, വഴിതെറ്റിപ്പോയത് നേർവഴിക്കാക്കണമേ, അങ്ങിൽ ആശ്രയിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങയുടെ 7 വിശുദ്ധ ദാനങ്ങളും ഫലങ്ങളും നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പൂർണ്ണമായി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരണമേ. നിന്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചതുപോലെ പൂർണ്ണമായും ഞങ്ങളുടെ സമയവും പൂർണ്ണമായും ഞങ്ങളുടെ ജീവിതങ്ങളും ദൈവത്തിന് സമർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മയുടെ ഗാനം പാടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. കനിപോലുമമ്മേ കന്യാമ്പേ, അലിവോടെ പ്രാർത്ഥന കേൾക്കൂ. കനിപോലുമമ്മേ കന്യാമ്പേ, അലിവോടെ പ്രാർത്ഥന കേൾക്കൂ. വരമാരി ചൊരിയുക മറിയമനാശ്രയമേ, അമ്മേ നിറമിഴികളുമായി തിരുസവിതേ ഞാൻ തിരുദർശന വരമരുളൂ.
കരുണതൻ നിറകുടമേ തായേ കരയുന്നോർക്കാശ്വാസം നീയേ. കരുണതൻ നിറകുടമേ തായേ കരയുന്നോർക്കാശ്വാസം നീയേ. വേദനയിൽ മനമുരുകുന്ന വേളയിൽ മാറോടണയ്ക്കു നീ അമ്മേ. വേദനയിൽ മനമുരുകുന്ന വേളയിൽ മാറോടണയ്ക്കു നീ അമ്മേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പരിശുദ്ധ അമ്മയുടെ ശക്തമായ പ്രാർത്ഥന, മറിയത്തിൻ്റെ സ്തോത്രഗീതം പാടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ച് ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നന്മാരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തിനോടും അവന്റെ സന്തതികളോടുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തി നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും എല്ലാം പൂർണ്ണമായി അമ്മയുടെ കരങ്ങൾ വഴി തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകേ, അമലോത്ഭവയുമായ പരിശുദ്ധ മറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എന്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയോ ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും
മനസ്സിനെയോ ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അവയെല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സൽപ്രവർത്തികളും പരിഹാര പ്രവർത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് ഭക്തിപൂർവ്വം സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ജഡികമായ എല്ലാ പ്രവണതകളെയും, ജീവിതത്തെ അലട്ടുന്ന എല്ലാ പാപത്തിൻ്റെ മേഖലകളെയും തുടച്ചു നീക്കണമേ എന്ന് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവൻ്റെ ആശീർവാദം നമുക്ക് ഭക്തിപൂർവ്വം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ബോധമണ്ഡലത്തിൽ കടലിന് മീതെ നടക്കുന്നത്, തിരമാലകളെ ചവിട്ടി മെതിക്കുന്നത് ആരാണ്?
ദൈവമാണ്. അപ്പോൾ അത് യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്താൻ കർത്താവ് ഉപയോഗിച്ച ഒരു സംഭവമാണ് കടലിനു മീതെ നടന്നത്. പിന്നെ രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തി. അടുത്ത വാക്യം, അവരെ കടന്നു പോകാൻ ഭാവിച്ചു. അതാണ് അടുത്ത വെളിപ്പെടുത്തൽ. കടന്നു പോകാൻ ഭാവിച്ചു. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കടന്നു പോകാൻ ഭാവിച്ചു, കടന്നുപോയി. പുറപ്പാട് 34:5-6 വാക്യങ്ങൾ. കർത്താവ് മേഘത്തിലിറങ്ങി വന്ന് അവൻ്റെ അടുത്ത് നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. മനസ്സിലായോ? അപ്പൊ കർത്താവ് ലോർഡ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിച്ചു. ഓക്കെ, അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. താൻ ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നുപോയി.